തമിഴ്നാട് വാൽപ്പാറ വാഹനാപകടത്തിൽ 9 മലയാളികൾക്ക് ദാരുണാന്ത്യം. മലപ്പുറത്ത് നിന്നും വിനോദയാത്രയ്ക്ക് പോയ അധ്യാപകരുടെ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൊള്ളാച്ചി ആശുപത്രിയിൽ പൂർത്തിയായി. മൃതദേഹമുടൻ നാട്ടിലേക്ക് കൊണ്ടുപോകും. പാങ്ങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം നടക്കും. അതിരപ്പള്ളി ഭാഗത്തു നിന്നും പൊള്ളാച്ചിയിലേക്ക് പോവുകയായിരുന്ന ടെമ്പോ ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം. പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിൽ നിന്നും സച്ചിൻ വള്ളിക്കാട് നമ്മളോടൊപ്പം ചേർന്നുണ്ട്. സച്ചിൻ, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗൗതം, ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കേരളക്കരയെ ഒന്നാകെ സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് പാലക്കാട് പൊള്ളാച്ചി വാൽപ്പാറയിൽ വെച്ച് വാഹനാപകടം ഉണ്ടാവുന്നത്. അതായത് മലപ്പുറത്ത് നിന്നും വിനോദയാത്രയ്ക്ക് വാൽപ്പാറയിലും അതേപോലെ തന്നെ ആതിരപ്പള്ളിയിലൊക്കെ പോയ അധ്യാപകർ അടങ്ങുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 13 അംഗ അധ്യാപകർ ഉൾപ്പെടെയുള്ള 13 അംഗസംഖ്യ ഉൾപ്പെട്ട അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 9 പേരാണ് മരിച്ചത്. അവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ തന്നെ മലപ്പുറത്തേക്ക് കൊണ്ടുപോകും. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തീകരിച്ചു. 3:45 കൂടിയാണ് പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത്. പ്രധാനമായും കേരള സർക്കാരിൻ്റെയും തമിഴ്നാട് സർക്കാരിൻ്റെയും കൃത്യമായ ഇടപെടലിനെ തുടർന്നാണ് ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ ഏറെ വൈകിയും മുഴുവൻ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തീകരിച്ചത്. നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ഇസ്ലാം മത വിശ്വാസികളായ അവരുടെ മതാചാര പ്രകാരമുള്ള ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചാണ് ഇപ്പോൾ മലപ്പുറത്തേക്ക് ആംബുലൻസ് പുറപ്പെടാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആംബുലൻസ് പൊള്ളാച്ചിയിൽ നിന്നും മലപ്പുറത്തേക്ക് പുറപ്പെടും. 2.5 മണിക്കൂറിനുള്ളിൽ മലപ്പുറത്തേക്ക് മൃതദേഹങ്ങൾ വഹിച്ചുള്ള ആംബുലൻസ് എത്തും. ഇതിൽ പ്രധാനമായും തമിഴ്നാട് സർക്കാരിൻ്റെ മുഴുവൻ ആംബുലൻസും ഈ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് മലപ്പുറത്തേക്ക് പുറപ്പെടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. കൂടാതെ തന്നെ തമിഴ്നാട് പോലീസും അതേപോലെ തന്നെ കേരള പോലീസും ഈ ആംബുലൻസുകളെ എല്ലാം അകമ്പടിയോട് ആംബുലൻസുകൾക്ക് ഒപ്പമുണ്ടാകും. നിലവിൽ ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ കേരളത്തിൽ നിന്നും കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അതേപോലെ തന്നെ കേരളത്തിലെ MLA-മാരായ KT ജലീൽ അടക്കമുള്ളവരെല്ലാം തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ എത്തിയിരുന്നു. വലിയ രീതിയിൽ തന്നെ മലയാളികളെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായി പൊള്ളാച്ചി വാൽപ്പാറയിലെ ദുരന്തം മാറിയിരിക്കുകയാണ്. കാരണം ഒരു സ്കൂളിലെ 8ഓളം അധ്യാപകർ അടങ്ങുന്നവരാണ് നിലവിൽ മരണപ്പെട്ടിരിക്കുന്നത്. കൂടാതെ തന്നെ വിദ്യാർത്ഥികൾ അതായത് അധ്യാപകരുടെ മക്കൾ ഉൾപ്പെടെയുള്ളവരാണ് അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. 9 പേരാണ് മരിച്ചത്. അതിൽ 7 പേരും അപകടം നടന്ന സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 2 പേർ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് മരിച്ചത്. നിലവിൽ 4 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. അതായത് പൊള്ളാച്ചി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ വിദ്യാർത്ഥിനിയെ നിലവിൽ കോട്ടക്കൽ, അതായത് മലപ്പുറം കോട്ടക്കലിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി 3 പേരും കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. സംഭവം വലിയ രീതിയിലുള്ള ഒരു ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ തന്നെ തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി ആശയവിനിമയം നടത്തി. തുടർന്നാണ് എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റ് ചികിത്സാ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഈ പരിക്കേറ്റവരുടെ മുഴുവൻ ചികിത്സാ ചെലവും വഹിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഉടൻ തന്നെ സംഭവം അറിഞ്ഞതിന് ശേഷം തമിഴ്നാട് പൊള്ളാച്ചിയിലേക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ളവർ എത്തുകയായിരുന്നു. കൂടാതെ മലപ്പുറത്തെ MLA-മാർ, നിലവിലെ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ തമിഴ്നാട്ടിലേക്ക് എത്തിയിരുന്നു. അതിദാരുണമായ സംഭവം തന്നെയാണ് ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടെ വാൽപ്പാറയിൽ വെച്ച് ഉണ്ടായിട്ടുള്ളത്. മലപ്പുറത്ത് നിന്നും അധ്യാപകരടങ്ങുന്ന സംഘം ഇന്നലെ പുലർച്ചയോടുകൂടെ തൃശ്ശൂർ, ആതിരപ്പള്ളി, അതിനുശേഷം വാഴച്ചാൽ, മലക്കപ്പാറ വഴി, വാൽപ്പാറ വഴി, പൊള്ളാച്ചി വഴി, പാലക്കാട് വഴി മലപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയായിരുന്നു അവരുടെ വിനോദസഞ്ചാര യാത്ര പ്ലാൻ ചെയ്തത്. അതിൽ അവസാന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നത്. വാൽപ്പാറയിലെ 13ാം എയർപിൻ വളവിൽ വെച്ചാണ് അപകടം ഉണ്ടാവുന്നത്. തുടർന്ന് 9
9-ാം എയർപിൻ വളവിലേക്ക് വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞ് വീഴുകയായിരുന്നു. ആ വാഹനം പൂർണ്ണമായും തകരുന്ന ഒരു സ്ഥിതിയിലേക്കും എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് വാഹനത്തിൻ്റെ ആ നിലവിലെ അപകടത്തിൻ്റെ വ്യാപ്തി അടക്കമുള്ള കാര്യങ്ങളെല്ലാം ദൃശ്യങ്ങൾ കണ്ടാൽ വ്യക്തമാകും. വാഹനം മുഴുവനായും തകർന്ന അവസ്ഥയിലായിരുന്നു. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ അടക്കമുള്ളവർ പറയുന്നത് അപകടം നിറഞ്ഞ ഒരു ദുർഘടമായ പാതയാണ് വാൽപ്പാറയിലേക്കുള്ള, പൊള്ളാച്ചിയിൽ നിന്നും വാൽപ്പാറയിലേക്കുള്ള പാത എന്നാണ്. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്നാണ് ദൃക്സാക്ഷികളെല്ലാം പറയുന്നത്. എന്തായാലും അപകടത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും കേരള പോലീസും അതേപോലെ തന്നെ തമിഴ്നാട് പോലീസും കൃത്യമായ അന്വേഷണം നടത്തും. എല്ലാവിധ സജ്ജീകരണങ്ങളും അപകടം നടന്ന ഉടൻ തന്നെ തമിഴ്നാട് പോലീസിൻ്റെയും തമിഴ്നാട് സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് അവിടെ ഉണ്ടായിരുന്ന വിനോദസഞ്ചാരികളായ മലയാളികൾ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശിയുടെ വാക്കുകൾ നമ്മൾ ഇന്നലെ കേട്ടതാണ്. കാരണം അപകടം നടന്ന ഉടൻ തന്നെ അവിടെ പോലീസ് അടക്കമുള്ളവർ എത്തി രക്ഷാപ്രവർത്തനമെല്ലാം നടത്തിയെങ്കിലും 9 ജീവനുകളാണ് പൊലിഞ്ഞത്. 2 പേർ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും ബാക്കി 7 പേർ സംഭവ സ്ഥലത്ത് വെച്ചുമാണ് മരണമടഞ്ഞത്. അത്തരത്തിൽ വലിയ കേരളത്തെ ഒന്നാകെ സങ്കടത്തിലാഴ്ത്തിയ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. വിനോദസഞ്ചാരത്തിനായി സന്തോഷത്തോടെ ഇറങ്ങിയവരുടെ ചേതനയേറ്റ ശരീരമാണ് അല്പസമയത്തിനുള്ളിൽ മലപ്പുറത്തേക്ക് എത്തുക. എന്തായാലും നാടിനെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുന്ന സംഭവമാണ്. സംസ്ഥാന സർക്കാരും അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കമുള്ളവരെല്ലാം ഈ അപകടത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്ക് കേരള സർക്കാരിൻ്റെ പ്രതിനിധീകരിച്ച് മന്ത്രി K കൃഷ്ണൻകുട്ടിയും ഇന്നലെ രാത്രിയിൽ തന്നെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിലെത്തിയിരുന്നു. കൂടാതെ തമിഴ്നാട്ടിലെ MLA-മാർ അതേപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളെല്ലാം തന്നെ ഈ പൊള്ളാച്ചിയിലെ ആശുപത്രിയിലും അതേപോലെ തന്നെ അപകടത്തിൽ പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്ന കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജിൽ എന്തായാലും അവിടെ സന്ദർശിച്ചിരുന്നു. നിന്നും കോയമ്പത്തൂർ അത്തരം മെഡിക്കൽ വിശദാംശങ്ങൾ ആവശ്യമുണ്ട്. എന്തായാലും സച്ചിൻ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അല്പസമയത്തിനകം ആംബുലൻസുകൾ മലപ്പുറത്തേക്ക് തിരിക്കും.